പി.കെ. ഫിറോസ് എന്ന കള്ളക്കച്ചവടക്കാരൻ്റെ അടിവേര് മാന്താൻ ഉറച്ച് കെ.ടി. ജലീൽ. വിജിലൻസിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി കൊടുത്തതിന് പിന്നാലെ പരിഹാസവുമായി എത്തിയ പി.കെ. ഫിറോസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തെളിവുകൾ കൂടി കെ.ടി. ജലീൽ പുറത്തുവിട്ടിരിക്കുകയാണ്. ജലീലിൻ്റെ യഥാർത്ഥ യുദ്ധം കൊട്ട ഫിറോസ് കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള ശക്തമായിട്ടുള്ള സന്ദേശമായി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതും വിദേശത്ത് കള്ളപ്പണം കടത്തിക്കൊണ്ടുപോയി ആരംഭിച്ച കമ്പനിയിലെ നിക്ഷേപമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ളത്. അതിൽ കെ.ടി. ജലീൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ്: യഥാർത്ഥ യുദ്ധം ബ്ലൂഫിൻ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 22 ലക്ഷം രൂപ വിവിധ വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിയതായാണ് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി.കെ. ഫിറോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത്. ഈ പണം ബാങ്ക് മുഖേനയാണോ ഫിറോസ് വാങ്ങിയതെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിനെ കള്ളപ്പണമായി കരുതേണ്ടി വരും. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന് കൊടുക്കാനുള്ള 1 ലക്ഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ 2011 സ്ഥലം വാങ്ങാൻ ഫിറോസിന് കൊടുത്ത ലക്ഷങ്ങൾക്ക് പുറമേയാണോ? വ്യക്തമാക്കേണ്ടത് ഫിറോസും ഹരീഷ് വാസുദേവനുമാണ്. അതല്ല, ഫിറോസിൻ്റെ നിക്ഷേപമില്ലാത്ത സംരംഭത്തിലേക്ക് ഓഹരിയിട്ടാണോ ഹരീഷ് തുക കൊടുത്തത്? അക്കാര്യം ഹരീഷാണ് വെളിപ്പെടുത്തേണ്ടത്. സത്യവാങ്മൂലത്തിൽ കോപ്പി ഇമേജിലുണ്ട്. ബ്ലൂഫിൻ വില്ല പ്രോജക്റ്റ് പണിയാൻ എവിടെയാണ് ഫിറോസ് ഭൂമി എടുത്തിരിക്കുന്നത്? വയനാട്ടിലാണോ കോഴിക്കോട്ടാണോ? ആ ഭൂമി വാങ്ങാനുള്ള പണം ഫിറോസിന് കിട്ടിയത് എവിടെ നിന്നാണ്? പത്രക്കാരെ നേരിൽ കണ്ട് ഈ ചോദ്യങ്ങൾക്ക് തെളിവുയർത്തി മറുപടി പറയാൻ ഫിറോസിന് ധൈര്യമുണ്ടോ? സഹോദരൻ ബുജൈറിൻ്റെ ജാമ്യത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൻ്റെ തിരക്കിലാണെങ്കിൽ ഫേസ്ബുക്കിലൂടെ മറുപടി നൽകിയാലും മതി. ഫിറോസിൻ്റെ വില്ല പ്രോജക്റ്റിൻ്റെ പണം നിക്ഷേപിച്ച് വഞ്ചിക്കപ്പെടാതിരിക്കാൻ ലീഗിലെ പുത്തൻ പണക്കാർ ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ലത്. NB മയക്കുമരുന്നിനടിമയായ സഹോദരൻ ബുജൈറിൻ്റെ വക്കീലായി തൻ്റെ സഹപാഠി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെയാണോ ഫിറോസ് ഏർപ്പാടാക്കിയിരിക്കുന്നത്? ഹരഹരോ ഹരഹര. ഇതാണ് തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിനോടൊപ്പം കെ.ടി. ജലീൽ പങ്കുവച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയ കുറിപ്പ്. പല തെളിവുകളും ശേഖരിച്ചു വച്ചതിന് ശേഷം ചോദ്യമായി ഉന്നയിക്കുകയാണ്: ഫിറോസ് അതിൽ വേണ്ടത്ര ജാഗ്രതയില്ലാതെ കയറി കൊത്തിക്കഴിഞ്ഞാൽ ഊപ്പാട് വരുന്നൊരവസ്ഥയാണ്. കുരുക്കുകൾ യഥാർത്ഥത്തിൽ മുറുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലകളിൽ ജലീലിന് കുരുക്ക് മുറുക്കാൻ നടന്ന മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഇതൊന്നും അന്വേഷിക്കുന്നില്ലെങ്കിലും അങ്ങനെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമുള്ള അത്ഭുത യൂത്ത് ലീഗ് നേതാവിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു തന്നെയാണ് ജലീലിൻ്റെ ഓരോ നീക്കങ്ങളും. എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം.